എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട്സ് ജെല്ലി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് വളരെയധികം ഹാപ്പി ആവും. പിന്നെ അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു സന്തോഷമുണ്ട്. നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങളോട് എല്ലാവരോടും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ചാനലിൽ ഇങ്ങനെ ഒരു സക്സസ്സിൽ എത്താനായിട്ട് ഇത്ര പെട്ടെന്ന് പറ്റിയത്. അപ്പോൾ അതിന് വീണ്ടും ഞാൻ ഒരുപാട് നന്ദി പറയാണ്. ഇനി എന്നും നിങ്ങൾ കൂടെ ഉണ്ടാവണം കേട്ടോ. എല്ലാ വീഡിയോസും കണ്ടിട്ട് അഭിപ്രായം പറയണം, സപ്പോർട്ട് ചെയ്യണം, പിക്ചേഴ്സൊക്കെ അയച്ചു തരാൻ വേണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു റെസിപ്പിയിലേക്ക് പോവാം അല്ലേ. ഈ ഒരു കേക്ക് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന് മെയിനായിട്ട് വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സും നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് പുളിയൊക്കെ ഉള്ള ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് കൂടും. നമുക്കിവിടെ പഴം എടുത്തിട്ടുണ്ട് ഞാൻ, പിന്നെ പൈനാപ്പിൾ, മാങ്ങ, പിന്നെ കുറച്ച് ചെറി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, വാട്ടർ മെലോൺ ഉണ്ട്, പിന്നെ മുന്തിരിയും പകുതിയായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ കുരു കളഞ്ഞാണ് കേട്ടോ. ഇത് കുരുവുള്ള മുന്തിരി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ പകുതിയായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1-2 ഫ്രൂട്ട്സ് ഉള്ളെങ്കിൽ അത് വെച്ചിട്ടായാലും ട്രൈ ചെയ്ത് നോക്കാം. എന്നാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഇതുപോലെ ജെല്ലി ആക്കാനായിട്ട് വേണ്ടത് ഒന്നുകിൽ ജെലാറ്റിൻ അല്ലെങ്കിൽ ചൈന ഗ്രാസ്. ഞാൻ ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. കാരണം ജെലാറ്റിൻ നോൺ വെജിറ്റേറിയൻസ് ആണ് സാധാരണ യൂസ് ചെയ്യാറ്, വെജിറ്റേറിയൻസിന് അത് പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത് വെജിറ്റേറിയൻസിന് പറ്റുന്ന രീതിയിൽ ചൈന ഗ്രാസ് വെച്ചിട്ട് ചെയ്യാം. എല്ലാ സൂപ്പർ മാർക്കറ്റിലും നിങ്ങൾ ചൈന ഗ്രാസ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഒരു 47 റുപ്പീസൊക്കെയാണ് ഈ ഒരു 10 ഗ്രാമിൻ്റെ പാക്കറ്റിന് വരിക കേട്ടോ. അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കണം, എന്നാലേ നമുക്കിത് ജെല്ലി ആക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് കുതിർത്താനിടാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട്, 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ കപ്പോ ഗ്ലാസ്സോ എന്തായാലും മതി. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്താനിടാം കേട്ടോ. ഈ ചൈന ഗ്രാസ് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അതിൻ്റെ പാക്കറ്റിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഇതുപോലത്തെ സബ്ജ സീഡില്ലേ അതും കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രം ഗ്യാസിൽ വെക്കുക. എന്നിട്ട് നമ്മൾ കുതിർത്തിട്ടുള്ള ചൈന ഗ്രാസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഒരു 3.5 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളത്തിലാണ് ചൈന ഗ്രാസ് കുതിർത്തത്. ബാക്കി ഒരു 3.5 കപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി. 3.5 ഗ്ലാസ്സോ ഒക്കെ വെള്ളം എടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ കുറച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് അലിയുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കൊഴുത്ത വെള്ളം പോലെയാവും ഇത്. ഒരു 1/4 ഭാഗത്തോളം അലിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് അലിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നോക്കിയാൽ മതി. എന്നിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ 1 കപ്പ് മതി. അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ അലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് ഒരുവിധം തന്നെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ ഒന്ന് അരിച്ചിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ തരി ഉണ്ടെങ്കിൽ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വല്ലാതെ ചൂടാറരുത്. വല്ലാത്തൊരു ആവി പറക്കുന്ന ചൂടില്ലേ, അതൊന്ന് പോയി കഴിയുമ്പോൾ. ഇനി ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ പരത്തി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണേണ്ട രീതിക്ക് ഭംഗിക്കൊക്കെ നോക്കിയിട്ട് ഏകദേശമൊക്കെ ഒന്ന് വയ്ക്കുക. ഇതിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. നോൺ സ്റ്റിക്ക് വേണമെന്നൊന്നുമില്ല, സാധാരണ ഏത് പാത്രത്തിലും നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ് പരത്തി വയ്ക്കുക കേട്ടോ. അപ്പോൾ കളേഴ്സൊക്കെ മിക്സ് ആക്കി നല്ല ഭംഗിയിൽ ഇങ്ങനെ പരത്തി വയ്ക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ചൈന ഗ്രാസിൻ്റെ ഒരു മിക്സില്ലേ അത് ഒഴിച്ചു കൊടുക്കണം. ഞാനത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വല്ലാത്തൊരു ചൂട് മാറുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുക. അല്ലെങ്കിൽ നന്നായിട്ട് ചൂടോടെ ഒഴിച്ച് കഴിഞ്ഞാൽ അതൊരു വെന്ത പോലെ വരില്ലേ, അങ്ങനെ വേണ്ട. ഒരു മീഡിയം ലെവലിൽ ചൂടാവുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ചൈന ഗ്രാസിൻ്റെ മിക്സ് ഫുള്ള് ഒഴിക്കരുത് കേട്ടോ, കുറച്ച് മാറ്റി വയ്ക്കണം. ഒരു 1/4 ഭാഗത്തോളം ഒഴിക്കാം ഈ ഫ്രൂട്ട്സിൽ. ഈ ഫ്രൂട്ട്സിനെ കവർ ചെയ്ത് നിൽക്കുന്ന അത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ബാക്കി നമുക്ക് വേറൊരു കളർ കൊടുത്തിട്ട് ഒരു ലെയർ പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ മൂടി നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചിട്ട് ബാക്കി മാറ്റി വയ്ക്കുക. പിന്നെ ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഒന്ന് സെറ്റായി വരാൻ ഒരു 10-20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഈ ഭാഗം ഒന്ന് സെറ്റായിട്ട് കിട്ടും.
ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരുവിധം സെറ്റായിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും അതിങ്ങനെ ജെല്ലി പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇല്ലേ ചൈന ഗ്രാസിൻ്റെ, അതിലേക്ക് ഞാൻ കുറച്ച് റെഡ് കളർ കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ റെഡ് കളർ ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് പ്ലെയിൻ ആയിട്ടും ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു സബ്ജ സീഡ്സ് ഇല്ലേ അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കാം. ഇപ്പോൾ ആ ഒരു ഫ്രൂട്ട്സിൻ്റെ ഭാഗം സെറ്റായിട്ടാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട് ഇത് ഒഴിക്കുമ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ആവില്ല. അപ്പോൾ ഒരു ലെയർ പോലെ കിട്ടും നമുക്ക്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് സെറ്റാക്കി എടുക്കണം. കണ്ടില്ലേ, ഇതിപ്പോൾ ഇനി നമുക്കൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 4-5 മണിക്കൂറൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് സെറ്റ് ആവട്ടെ. നമ്മൾ ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് എടുത്തിട്ട് നോക്കാം. ഇതേ ഞാൻ എടുത്തിട്ടുണ്ട്, കണ്ടോ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്യാം. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് വിട്ടു പോരുന്നില്ലെങ്കിൽ ഒരു കത്തി വെച്ച് ചെറുതായിട്ട് സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് നന്നായിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഈസി ആയിട്ട് തന്നെ പോകുന്നു. കണ്ടോ, ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ ഒരു ചൈന ഗ്രാസ് വാങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ, നല്ല എല്ലാ ഫ്രൂട്ട്സും കൂടി ഉള്ളതുകൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഫ്രൂട്ട്സ് ജെല്ലി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അവരുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ മറ്റേ കേക്കിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ഒന്നുകൂടി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഡബിൾ ഹാപ്പി ആവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ നമ്മുടെ മെയിൽ ഐ ഡിയിൽ അയച്ചു തരാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ പിക്ചേഴ്സ് ക്രാഫ്റ്റിൻ്റെ ഒക്കെ ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അടുത്ത ക്രാഫ്റ്റ് വീഡിയോയിൽ പറയാം. അതുപോലെ ഹായ് പറയാനുള്ളവർക്കും അടുത്ത ക്രാഫ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി പറയാണ്. എല്ലാ വീഡിയോസും എല്ലാവരും കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്